ഹലോ മൈ ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്കൊരു വ്യക്തിയെ ഇപ്പോൾ മനസ്സിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. ആ ഒരു വ്യക്തിയുടെ എനർജി റീഡിംഗ് ആണ്. ആ ഒരു വ്യക്തിയുടെ കറണ്ട് റിയാലിറ്റി എന്താണ്, അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ, അല്ലെങ്കിൽ അവരുടെ മനസ്സിലൂടെ നമുക്കൊന്ന് കടന്നു പോകാൻ ശ്രമിക്കാം ടാരോ വഴി. ഇതൊരു ജനറൽ ആൻഡ് കളക്റ്റീവ് റീഡിംഗ് ആണ്. കുറേ ആളുകളുടെ എനർജീസ് ആയിരിക്കും ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുക. നിങ്ങൾക്കത് വ്യക്തിപരമായിട്ടുള്ള റീഡിംഗ് ആണ് എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ക്ലെയിം ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഈ ഒരു റീഡിംഗിൽ നിന്ന് എടുക്കുക. ഇതൊരു ടൈംലെസ് ആയിട്ടുള്ള റീഡിംഗ് ആണ്. നിങ്ങളെ ഈ ഒരു റീഡിംഗ് തേടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് കേൾക്കാനുള്ള സമയമായി എന്നർത്ഥം. ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾക്കിടയിൽ നിന്നും നിങ്ങൾ ഈ റീഡിങ്ങിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുമായിട്ടൊരു കണക്ഷൻ ഏതെങ്കിലും രീതിയിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ടാരോട് ചോദിച്ച് നോക്കാം, നിങ്ങളുടെ മനസ്സിലുള്ള ഒരു വ്യക്തിയെക്കുറിച്ച്, ആ ഒരു വ്യക്തിയുടെ എനർജീസിനെ കുറിച്ച്. നിങ്ങൾ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് അവരുടെ പേര്, അവരുടെ ശബ്ദമൊക്കെ ഒന്ന് ഓർക്കാൻ വേണ്ടി ശ്രമിക്കുക. പക്ഷേ ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ നെഗറ്റീവ് എനർജീസ് എന്തെങ്കിലും നിങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങളിവിടെ ആലോചിക്കരുത്. ജസ്റ്റ് അവരുടെ ഒരു ന്യൂട്രൽ എനർജി എന്താണ് അതിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ടാരോട് ചോദിച്ച് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ ഗൈഡൻസ്. നിങ്ങൾ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട്, ആ ഒരു വ്യക്തിയുടെ എനർജിയുമായി ബന്ധപ്പെട്ട് എന്താണ് ടാരോ നിങ്ങൾക്ക് തരുന്ന മെസ്സേജുകൾ നോക്കാം. ടാരോ പ്ലീസ് ഗൈഡ് മീ. നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു വ്യക്തിയുടെ കറണ്ട് എനർജീസിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ, കറണ്ട് എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. കറണ്ട് സിറ്റുവേഷൻ, കറണ്ട് എനർജി എന്താണ്? നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ, കറണ്ട് എനർജിയാണ് കാർഡ് നമ്പർ 1. ഓക്കെ, അവരുടെ ലൈഫിൽ ഇപ്പോൾ അവരുടെ മെയിൻ തോട്ട്സ്, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തകൾ, അവർ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന കാര്യം എന്താണ് എന്ന് നോക്കാം. മെയിൻ തോട്ട്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്ന. ഒരു വ്യക്തിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഫീലിങ്സ് എന്താണോ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കാർഡ് നമ്പർ 2. അവരുടെ ഹിഡൻ എനർജി എന്താണ് നമുക്ക് നോക്കാം. ഈ ഒരു എനർജി മേ ബി അവർ പുറത്ത് കാണിക്കുന്ന ഒരു എനർജി ആയിരിക്കില്ല. എന്താണ് നമുക്ക് ടാരോ പറഞ്ഞു തരുന്നത് നോക്കാം. ഹിഡൻ എനർജി എന്താണെന്ന് നോക്കാം. ഈ ഒരു വ്യക്തിയുടെ ഹിഡൻ എനർജി എന്താണ്? ഓക്കെ, അവരുടെ അടുത്ത മൂവ് എന്താണെന്ന് നോക്കാം. അവർ അടുത്തതായിട്ട് ഉടനെ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് നോക്കാം. ഹിഡൻ മൂവ് എന്താണെന്ന് നോക്കാം. അവരുടെ ഹിഡൻ മൂവ് എന്താണെന്ന് നോക്കാം. ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഈ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് എന്താണ്? ഈ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഓക്കെ, സോ നമുക്ക് കാർഡ്സ് ഒന്ന് റിവീൽ ചെയ്ത് നോക്കാം. അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. അവരുടെ കറണ്ട് സിറ്റുവേഷൻ, ദ ലവേഴ്സ് എന്ന് പറയുന്ന കാർഡാണ് വന്നിട്ടുള്ളത്. അവരുടെ മെയിൻ തോട്ട്സ്, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അവർ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അവരുടെ ഹിഡൻ എനർജി, അവർ പുറത്ത് കാണിക്കാത്ത ഒരു കാര്യം, പേജ് ഓഫ് വാൻഡ്സ് ആണ്. അവരുടെ നെക്സ്റ്റ് മൂവ്, അടുത്തായിട്ട് അവരെന്താണ് ചെയ്യാൻ പോകുന്നത്, കിങ് ഓഫ് കപ്സ് ആണ്. അവരെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് തരുന്ന യൂണിവേഴ്സിൻ്റെ മെസ്സേജ് എന്താണെന്ന് നോക്കിയാൽ 9 ഓഫ് സോർട്സ് ആണ്. ആൻഡ് നിങ്ങളുടെ ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുന്നത് 4 ഓഫ് കപ്സ്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു റീഡിങ് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നിങ്ങളുടെ ബോട്ടം ഓഫ് ദി ഡെക്ക് പറയുന്നത്, നിങ്ങളുടെ ബോട്ടം ഓഫ് ദി ഡെക്ക് നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു വ്യക്തി ചിലപ്പോൾ ചുറ്റുമുള്ള എല്ലാവരിൽ നിന്നും ഒന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് ഒന്ന് മാറി നിൽക്കുന്ന, അല്ലെങ്കിൽ ആരുമായിട്ട് വലിയ കണക്ഷനൊന്നും ഇല്ലാതെ ഒന്ന് മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. നിങ്ങളുമായിട്ടാണെങ്കിലും ഈ ഒരു വ്യക്തി ഇപ്പോൾ ഒരു കുറച്ച് ഡിറ്റാച്ച്ഡ് ആയിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് ബോർ അടിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇദ്ദേഹം വളരെ ബോർ അടിച്ചൊരു സിറ്റുവേഷനിലായിരിക്കാം ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ഇമോഷണലി ഒന്നും ആരുമായിട്ടും വലിയ കണക്റ്റ് ആവാനുള്ള താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. അയാളെ ആരെങ്കിലും അപ്രോച്ച് ചെയ്താൽ പോലും ആ ഒരു വ്യക്തിയെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് അപ്രോച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പുമായിട്ട് ചെല്ലുക, അങ്ങനെ ഒന്നിനോടും ഒരു അറ്റാച്ച്മെൻറ്റ് താല്പര്യമില്ലാത്തൊരു സിറ്റുവേഷനിലായിരിക്കും ആളുള്ളത്. ഓക്കെ, ചിലപ്പോൾ ഒരേ രീതിയിലുള്ള ജീവിത സാഹചര്യം തുടരുന്നത് കൊണ്ട് ഈ ഒരു വ്യക്തി മൊത്തത്തിലൊന്ന് എന്താ പറയുക, ഒന്ന് അൺഇൻസ്പയർഡ് ആയിരിക്കും. ഒന്നിനും ചെയ്യാനുള്ളൊരു മൂഡൊന്നും ഇല്ലാത്തൊരു ബോറിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ആ ഒരു രീതിയിലായിരിക്കാം പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ലൈഫിൽ എന്തൊക്കെയോ ചില ഓപ്പർച്യൂണിറ്റീസ് മിസ് ചെയ്തതിനെക്കുറിച്ച് അപ്പോൾ അവർ ആലോചിക്കുന്നുണ്ട്. അവരുടെ ചില ബന്ധങ്ങൾ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് അവരിപ്പോൾ ആലോചിക്കുന്ന ഒരു എനർജി ഉണ്ട്. അവരുടെ ചുറ്റുമുള്ള ചില കാര്യങ്ങൾ
അവർക്ക് സ്റ്റിൽ ഇപ്പോഴും അവരുടെ കൂടത്തിൽ ആരൊക്കെയോ ഉണ്ടെങ്കിൽ പോലും അവരിൽ നിന്ന് നഷ്ടപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് അവരിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതലും. ഓക്കെ, അവർ കുറേ ഡീപ്പായിട്ടുള്ള ചില ആലോചനകളിലാണ് കൂടുതൽ സമയവും. ഓക്കെ, അവർക്ക് എൻജോയ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അവർക്കുള്ളിലുണ്ട്, അല്ലെങ്കിൽ അവർ ചുറ്റുപാടും ഉണ്ട്, സന്തോഷിക്കാനുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും സന്തോഷിക്കാനോ അതിലൊന്നും എൻഗേജ്ഡ് ആവാനോ പറ്റാത്ത ഒരു എനർജിയിലാണ് ആളിപ്പോൾ ഉള്ളത്. ഓക്കെ, അതാണ് അവരുടെ ബോട്ടം ഓഫ് ദി ഡെക്ക് പറയുന്നത്. ആൻഡ് ഇവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ലവേഴ്സ് എന്ന് പറയുന്ന ഒരു മേജർ ആർക്കാന കാർഡാണ് കിട്ടിയിട്ടുള്ളത്. അവരുടെ കറണ്ട് സിറ്റുവേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരിപ്പോൾ ഒരു ക്രോസ് റോഡിലാണെന്ന് പറയാം. അതായത് അവർ തീരുമാനമെടുക്കേണ്ട ഒരു സമയത്തിലാണ്. ചിലപ്പോൾ രണ്ട് വ്യക്തികൾക്കിടയിൽ ആരെ തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ രണ്ട് ചോയ്സുകൾക്കിടയിൽ ആരെ തിരഞ്ഞെടുക്കണം, എന്ത് തിരഞ്ഞെടുക്കണം, അങ്ങനെയുള്ള ഒരു ക്രോസ് റോഡിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു പാർട്ണർഷിപ്പിലേക്ക് പോകണോ വേണ്ടയോ എന്നുള്ള ഒരു സംശയത്തിലൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എപ്പോഴും ഒരു ഇമോഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ റൊമാൻറ്റിക് കണക്ഷൻ എന്ന് നമുക്ക് എപ്പോഴും പറയാൻ പറ്റില്ലെങ്കിൽ കൂടി അവരുടെ ലൈഫിൻ്റെ കറണ്ട് സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവർ വളരെ ക്രൂഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കേണ്ടുന്ന ഒരു സമയത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അവരുടെ പ്രവൃത്തിയെ സംബന്ധിച്ചിടത്തോളം ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള ചില എന്താ പറയുക തീരുമാനങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ വാല്യൂസിനെ ഫോളോ ചെയ്യുന്ന ചില തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു എടുപ്പിലായിരിക്കാം. എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് ടേണിംഗ് പോയിന്റിലാണ് ഈ ഒരു വ്യക്തിയുള്ളത്. ഓക്കെ, ചിലപ്പോൾ അവരുടെ ശരിക്കുള്ള ആഗ്രഹം എന്ന് പറയുന്നത് ഈ ഒരു തീരുമാനം എടുക്കുന്നതോടുകൂടി അവരുടെ ലൈഫിലൊരു ബാലൻസ് വരണം, അല്ലെങ്കിൽ അവരുടെ ലൈഫ് ഒന്ന് അവർക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം, അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകണം. അങ്ങനെയൊക്കെ ഒരു റിലേഷൻഷിപ്പിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊക്കെ ഒരു എനർജി വരാൻ ചാൻസ് ഉള്ള ഒരു സ്റ്റാർട്ടിങ് പോയിന്റിലാണ് ആളുള്ളത്. അതായത് എന്തായാലും അതൊരു കറണ്ട് സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റിലാണ് ആളുള്ളത്. ഓക്കെ, ലൈഫിലെ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുള്ള ചില തീരുമാനങ്ങൾ ഉണ്ടായേക്കാവുന്ന ചില സമയത്തിലാണ്. ഓക്കെ, അവരുടെ മെയിൻ തോട്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് 6 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ കാർഡാണ് കിട്ടിയിട്ടുള്ളത്. സോ ഇവിടെ ഈ ഒരു വ്യക്തി അവരുടെ ലൈഫിൽ കടന്നു പോയിട്ടുള്ള, അല്ലെങ്കിൽ അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെ അവരുടെ മനസ്സിന് ഏറ്റവും കൂടുതൽ ഭാരം കൊടുക്കുന്ന ചില കാര്യങ്ങൾ, അതിൻ്റെ ആഴം, അല്ലെങ്കിൽ അതിൽ നടന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അതായത് രണ്ടുപേരും ഒരുപോലെ എഫോർട്ട് ഇട്ടാണോ ഈ കാര്യങ്ങൾ നടന്നത്, എത്രത്തോളം ഫെയർ ആയിട്ടാണ് അവരുടെ ലൈഫിൽ ഓരോ കാര്യങ്ങളും സെർവ് ചെയ്തിട്ടുള്ളത് എന്നുള്ള രീതിയിൽ. ഓക്കെ, അതായത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള എനർജി എക്സ്ചേഞ്ച് എങ്ങനെ ഉണ്ടായിരുന്നു. അതിപ്പോൾ എനർജി എന്ന് പറയുമ്പോൾ സ്നേഹമായിരിക്കാം, പണമായിരിക്കാം, വാല്യൂ കൊടുക്കുന്നതായിരിക്കാം, എന്തും ആയിക്കോട്ടെ. സോ നിങ്ങൾ പരസ്പരം ഒരേപോലെ വില കൊടുത്തിട്ടുള്ള ആൾക്കാരാണോ എന്നുള്ള കാര്യം അവർ ആലോചിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് മെയിൻ തോട്ട്സ്, അല്ലെങ്കിൽ ഇതൊരു റിക്കളക്ഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് പാസ്റ്റിൽ നടന്ന കാര്യങ്ങളിൽ കൂടി ഒന്ന് തിരിഞ്ഞു പോവുക, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, കാര്യങ്ങളൊക്കെ ബാലൻസ്ഡ് ആയിട്ടാണോ ചെയ്തത്. ചിലപ്പോൾ അവരുടെ ലൈഫിൽ അവർ ഒരുപാട് സഹായങ്ങൾ കൊടുത്ത ആളുകളിൽ നിന്നുമുള്ള തിരിച്ചുള്ള പ്രതികരണം നല്ല രീതിയിലായിരുന്നോ എന്നൊക്കെ അവർ ചിന്തിക്കുന്ന ഒരു സമയമായിരിക്കും. ഓക്കെ, സോ ഇത് ഈക്വൽ ആയിട്ടാണോ ബാലൻസ് ചെയ്ത് പോയത് എന്നുള്ള ഒരു വാല്യുവേഷൻ അവരുടെ ലൈഫിൽ എപ്പോഴും നടക്കുന്നുണ്ട്. അവർ ചെയ്തത് ശരിയാണോന്നും ഓപ്പോസിറ്റ് നിന്ന ആൾ ചെയ്തത് എങ്ങനെയാണെന്നും ഒക്കെ അവരുടെ ഒരു മനസ്സിലൂടെ ഒരു വാല്യുവേഷൻ നടക്കുന്നുണ്ട്. ഏതെങ്കിലും കാര്യം വൺ സൈഡഡ് ആയിട്ടാണോ, അതായത് ചിലർ ഒരാൾ മാത്രം കൂടുതൽ എഫേർട്ട് ഇട്ട് മറ്റേ ആൾ ഒരു ന്യൂട്രലായിട്ട് നിൽക്കുന്ന രീതിയിലായിരുന്നോ എന്നൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇഫ് ഈ ഒരു വ്യക്തി ഒരു പാർട്ണർഷിപ്പ്, അതായത് ഒരു ബിസിനസ് ഓൺടർപ്രണർഷിപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു എനർജീസ് ആയിരിക്കും കൂടുതലും അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വരിക. സോ അയാൾ ചെയ്ത കാര്യങ്ങളിൽ എത്രത്തോളം ഫെയർ ആയിരുന്നു, രണ്ടുപേരും ഒരുപോലെയാണോ ചെയ്തത്, ഓക്കെ, അവർ സഹായിച്ച ആളുകളെക്കുറിച്ച്, സ്നേഹം പങ്കിട്ട ആളുകളെക്കുറിച്ചൊക്കെ അങ്ങനെയുള്ള തോട്ട്സ് ആയിരിക്കും കൂടുതലായിട്ടുള്ളത്. ഒരു ഹിഡൻ എനർജി എന്താണെന്ന് നോക്കാം. അതായത് അവർ പുറമേ കാണിക്കുന്നില്ല, പക്ഷെ അവരുടെ മനസ്സിൽ ആളിക്കത്തുന്ന ഒരു എനർജി ഉണ്ടായിരിക്കും. അവർ പുറമേ വളരെ ശാന്തരായിട്ട് കാണപ്പെടുന്നുവെങ്കിലും ഓക്കെ, അവരുടെ ഉള്ളിൽ ഭയങ്കര ഒരു തീ കത്തുന്നുണ്ട്, ഒരു ആളിപ്പടരുന്ന ഒരു സ്പാർക്ക് ഉണ്ട്, ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അതായത് പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. പുതിയ ഐഡിയ അവരുടെ മനസ്സിൽ വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഒരു പെട്ടെന്നുണ്ടായിട്ടുള്ള ഇമ്പൾസീവ് ആയിട്ടുള്ള തോട്ട്, എന്തെങ്കിലും ചിന്തകൾ വന്നിട്ടുണ്ടായിരിക്കും ഒരു പുതിയ സ്റ്റാർട്ടിനെ കുറിച്ച്. ചിലപ്പോൾ ഒരു പുതിയ മേഖലയിലേക്ക് കടക്കാനുള്ള പ്ലാൻ കാണും. ഓക്കെ,
പുറമേ നോക്കുമ്പോൾ വളരെ ക്വയറ്റായിട്ട് വളരെ കാമായിട്ട് നമ്മൾ കാണുന്നുണ്ടെങ്കിലും, അതായത് നമ്മൾ 4 ഓഫ് കപ്സിൻ്റെ കാർഡ് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ, പുറമേ ആളുകളുമായിട്ടൊന്നും കണക്ട് ചെയ്യാത്ത അല്ലെങ്കിൽ അവരെ പെട്ടെന്ന് പിടികിട്ടാത്ത ഒരവസ്ഥയിലാണ് അവരുള്ളതെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു തീ കത്തുന്നുണ്ട്. ഓക്കെ, അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തീ ഇങ്ങനെ കത്തിപ്പടർന്ന് വരുന്നുണ്ട്. അപ്പോൾ അവരെന്തൊക്കെയോ പുതിയ ചില കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു തീരുമാനത്തിലേക്കാണ്. അവരുടെ നെക്സ്റ്റ് മൂവിലേക്ക് നോക്കുമ്പോൾ കിങ് ഓഫ് കപ്സിൻ്റെ ഒരു കാർഡാണ് വന്നിട്ടുള്ളത്. അവർ സ്പോണ്ടേനിയസ് ആയിട്ട് എടുത്തു ചാടാൻ ഇനി സാധ്യത വളരെയധികം കുറവാണ്. എന്ത് കാര്യത്തിലേക്കാണെങ്കിലും എടുത്തു ചാടാൻ സാധ്യത കുറവാണ്. ഇപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് അവരിൽ നിന്ന് ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ പ്രതീക്ഷിക്കാം. ഈ ഒരു വ്യക്തിയിൽ നിന്ന് നമ്മളോടൊരു കമ്മ്യൂണിക്കേഷനൊക്കെ പ്രതീക്ഷിക്കാവുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ പോലും എടുത്തു ചാടാൻ വളരെയധികം സാധ്യത കുറവാണ്. കാരണം ഇവരുടെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഇമോഷണൽ മെച്യൂരിറ്റിയാണ്. അതായത് ഇതുവരെ ഉണ്ടായിരുന്ന അല്ലാത്ത രീതിയിൽ ഇനി പെരുമാറണം എന്നുള്ളതായിരിക്കും ആഗ്രഹം. ഒരു ലീഡർഷിപ്പ് എനർജിയൊക്കെ ഉണ്ട്. സോ അവരിപ്പോൾ കൂടുതലും ആഗ്രഹിക്കുന്നത് ഇമോഷണൽ ബാലൻസ് ആണ്. മനസ്സമാധാനമായിട്ട് ഇരിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. മെച്യൂരിറ്റി കാണിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ സ്റ്റാർട്ട് ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് പെട്ടെന്നൊരു തീരുമാനം അല്ലെങ്കിൽ പെട്ടെന്നൊരു മൂവ് ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കരുത്. ഓക്കെ, അവർ മുന്നോട്ട് നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർ വളരെയധികം ശാന്തതയോടുകൂടി അവർ തീരുമാനങ്ങൾ ഉറപ്പിച്ചിട്ട് മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ. ഓക്കെ, അവരൊരു മൂവ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ വളരെ ആലോചിച്ച് അത് സ്റ്റഡി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് യൂണിവേഴ്സ് തരുന്നത് 9 ഓഫ് സോർട്സ് എന്ന് പറയുന്നൊരു മെസ്സേജ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതായത് ഇവിടെ ആരൊക്കെയോ ചില ആൾക്കാർ, മേ ബി നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഇവരെ ചുറ്റിപ്പറ്റിയുള്ള ആൾക്കാരായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ എനർജീസിൽ ഈ ഒരു എനർജി കൂടുതൽ വരുന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. ആങ്സൈറ്റിയും ഓവർ തിങ്കിങ്ങും നിർത്തണം എന്നുള്ളതാണ്. അതായത് യൂണിവേഴ്സ് നിങ്ങൾക്ക് ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളുടെ തല ഇങ്ങനെ ചൂടാക്കുന്നത് നിർത്തുക എന്നുള്ളതാണ്. ഓക്കെ, പേടി ഉണ്ടാവാം, രാത്രി ആകുമ്പോഴത്തേക്കും ഭയങ്കര ടെൻഷൻസ് വരിക, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുക, എല്ലാ കാര്യങ്ങളുടെയും ഏറ്റവും മോശമായിട്ടുള്ള അവസ്ഥ എന്താണോ അത് സംഭവിക്കുന്നു, പേടിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് തോട്ട്സ് വരുന്നൊരു കാർഡാണിത്. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ചിന്തിച്ച് വിഷമിക്കുന്നത് എങ്കിൽ നിങ്ങളതൊക്കെ ഒന്ന് നിർത്തിവെക്കണം എന്നുള്ളതാണ് യൂണിവേഴ്സിൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്. ഇതിനകത്തൊരു അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ സംഭവിക്കുമോ എന്നാലോചിച്ച് പേടിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ ഭരിക്കാൻ സമ്മതിക്കരുത് എന്നുള്ളതാണ് കേട്ടോ. അതായത് അതല്ല, ആ ഒരു പേടികളല്ലായിരിക്കണം, റിയാലിറ്റി ആയിരിക്കണം നമ്മുടെ മൈൻഡ് സെറ്റിനെ ഭരിക്കേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, സോ ഈ ഒരു റീഡിങ്ങിൽ മനസ്സിലാവുന്ന ഈ ഒരു വ്യക്തിയായിട്ട്, ഈ വ്യക്തി നിങ്ങൾ വിചാരിച്ചൊരു വ്യക്തി പൊതുവെ എല്ലാവരുമായിട്ടൊരു അകൽച്ച പാലിക്കുന്നുണ്ട്. നിങ്ങളോടും ആ ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ചുറ്റുപാടുമായിട്ട് നിങ്ങൾ ഈ വിചാരിക്കുന്ന വ്യക്തി ചുറ്റുപാടുമുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നൊന്ന് വിഡ്രോൺ ചെയ്തിരിക്കണം. അവരുടെ ഇപ്പോഴത്തെ മെൻ്റൽ സ്റ്റേറ്റ് എന്താണെന്ന് അല്ലെങ്കിൽ അവരെന്താണ് ചെയ്യാൻ പോകുന്നത് മറ്റുള്ളവർക്കൊരു ഐഡിയയും കാണത്തില്ല. പക്ഷേ അവരുടെ ലൈഫിലെ മേജർ ഒരു പോയിന്റിലാണ് അവരിപ്പോൾ നിൽക്കുന്നത്. അവർ പല കാര്യങ്ങളും അവരുടെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ അവർ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണിപ്പോൾ. അവരുടെ മനസ്സിലൊരു സ്പാർക്ക് വന്നിട്ടുണ്ട്, ചില കാര്യങ്ങൾ ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ അവർ എടുത്തു ചാടാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. കാരണം അവർ വളരെ ആലോചിച്ച് മെച്യൂർഡായിട്ട് മാത്രം ഇനി തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു എനർജിയിലേക്കാണ്. നിങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള പേടികളും ടെൻഷൻസും ഒക്കെ ഒഴിവാക്കി സമാധാനമായിട്ടിരിക്കുക. എല്ലാ കാര്യങ്ങളുടെയും പോസിറ്റീവ് സൈഡ് മാത്രം ചിന്തിക്കുക. പോസിറ്റീവ് സൈഡിലേക്ക് പോകും കാര്യങ്ങളെന്ന് മാത്രം ചിന്തിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കണം. അപ്പോൾ നമുക്ക് അടുത്തൊരു റീഡിങ്ങുമായിട്ട് കാണാം.